ഹായ് ഹലോ എല്ലാവർക്കും ഏറ്റവും പുതിയൊരു മൂവി റിവ്യൂയിലേക്ക് റിവ്യൂ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഒരു തെലുങ്ക് മൂവിയാണ്. 2026 തിയേറ്റർ റിലീസ് ചെയ്തിട്ടുള്ള ചിത്രമാണ് ബൈക്കർ എന്ന് പറഞ്ഞ ചിത്രം. ആ ബൈക്കറിനെ കുറിച്ച് ഇപ്പോൾ അടുത്തായി ബൈക്കർ OT റിലീസ് ചെയ്യായിരുന്നു. അതിനെക്കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽ റിവ്യൂ ആണ് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ബൈക്കറിനെ കുറിച്ച് പറയുമ്പോൾ അഭിലാഷ് റെഡ്ഡിയാണ് സ്ക്രീൻ പ്ലേ ആൻഡ് ഡയറക്ഷൻ ചെയ്തിട്ടുള്ളത്. കാശ് നോക്കി കഴിഞ്ഞാൽ ശ്രാവന്ത്, മാളവിക നായർ, അതുപോലെ തന്നെ രാജശേഖർ തുടങ്ങിയ പ്രധാനമായും കാസ്റ്റിംഗ് ആയി വരുന്നുണ്ട്. ഇപ്പോൾ തന്നെ മ്യൂസിക് ചെയ്ത് ഗിബ്രാനാണ് മ്യൂസിക് ചെയ്തിട്ടുള്ളത്. അത്യാവശ്യം ടോപ്പ് പരിപാടി തന്നെയാണ്. പടത്തിലോട്ട് വരുന്ന പല ഭാഗം നമ്മളെ ഹുക്ക് ചെയ്യുന്നുണ്ട്. ബൈക്കറിനെ കുറിച്ച് പറയുമ്പോൾ തീർച്ചയായും ഈ ബൈക്ക് റേസിങ് അല്ലെങ്കിൽ ബൈക്ക് കൂടുതലായി ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തികൾക്ക് കണ്ടാവുന്ന ഒരു ചിത്രം തന്നെയാണ്. എന്നാൽ അതിന് ഉപരി നല്ലൊരു ഇമോഷണൽ ഹുക്ക് ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ ഇമോഷണൽ കണക്റ്റ് ആവുന്ന നല്ല പല ഭാഗങ്ങളും പടത്തിൽ പറയുന്നുണ്ട്. കാരണം അച്ഛൻ മകൻ തമ്മിലുള്ള ഒരു ബോണ്ട്, അതുപോലെ തന്നെ ഹസ്ബൻഡ് ആൻഡ് വൈഫ്, അതുപോലെ തന്നെ ഫ്രണ്ട്സ്, റിലേഷൻഷിപ്പ്, പല ഭാഗങ്ങളും പറഞ്ഞു പോകുന്നുണ്ടെങ്കിൽ പോലും പ്രധാനമായിട്ടും നമുക്കൊരു ലൈഫിലൊരു ലക്ഷ്യം വേണം, അതെത്താൻ വേണ്ടി ഏറ്റവും വരെയും പോകണം എന്ന് ചിന്തിക്കുന്ന തരത്തിലുള്ളവർക്കൊക്കെ കാണാൻ പറ്റിയിട്ടുള്ള ഒരു പടം തന്നെയാണ്. പടത്തിൻ്റെ സ്റ്റോറി ലൈൻ നോക്കുക, നമ്മുടെ ഇതിൽ കഥാനായകൻ വരുന്ന കഥാപാത്രമുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹം ഒരു ഫാമിലി മാനാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അച്ഛൻ മുന്നൊരു ബൈക്ക് മാസ്റ്ററാണ്, ബൈക്ക് സ്റ്റണ്ടൊക്കെ ചെയ്യുന്ന അതിൻ്റെ ഒരു മാസ്റ്ററാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഒരുപാട് അതിൽ ആ ലെവലിലേക്ക് എത്തിക്കണം. പഴയൊരു കാലഘട്ടത്തിലാണ് കഥ ആരംഭിക്കുന്നത്. അപ്പോൾ ആ സമയത്തൊന്നും ഇതിനെക്കുറിച്ച് അംഗീകരിക്കാനൊന്നും ആരും ഉണ്ടാവില്ല. മഡ് റൈസൊക്കെ നമ്മൾ പറയില്ലേ. അപ്പോൾ അതിൻ്റേതായ ചെറിയൊരു ഭാഗങ്ങളൊക്കെ ആയിട്ട് ഒരു പുതിയൊരു ഐറ്റം എത്തിക്കാൻ വേണ്ടി സ്പോൺസർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്ന കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞു പോകുന്നത്. അച്ഛനും മകനാണ്. അതിൻ്റെ ഇടയ്ക്ക് പ്രണയത്തിലാവുന്നു, നാട് വിടുന്നു, അതിൻ്റേതായ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നു. പിന്നീട് വീണ്ടും ഒരു കഥയുടെ പ്രധാന ഭാഗത്ത് വീണ്ടും അവൻ തിരിച്ചു വരുന്നു, അച്ഛന് വേണ്ടി വീണ്ടും പോരാടുന്നു. അതൊക്കെയാണ് കഥ മുന്നോട്ട് പോയിട്ടുള്ളത്. അതിനിടയ്ക്ക് ഇവരെപ്പോഴും ഇമോഷണലായിട്ട് ഒരു ചാക്കോ ഇമോഷണൽ ലൈനാക്കി പോകുന്ന ഒരു കഥാപാത്രമായിട്ടാണ് ശ്രാവണൻ്റെ അച്ഛൻ ചെയ്യുന്ന കഥാപാത്രമായിട്ട് വന്നിട്ടുള്ളത്. അത് തീർച്ചയായും അതിനിടയ്ക്കൊരു നല്ലൊരു ബോണ്ട് വരുന്നതിന് അതിൽ മാറി ചിന്തിക്കുന്നുണ്ട്. കാരണം തനിക്ക് വന്നിട്ടുള്ളൊരു ഗതി തൻ്റെ മകന് വരെ എടുത്ത് അവനെ ഉയരങ്ങളിൽ എത്തിക്കണം, അല്ലെങ്കിൽ ഇന്ത്യ എന്ന് പറയുന്ന ഒരു രാജ്യത്തിന് വേണ്ടിയിട്ട് മത്സരിപ്പിക്കണം, ആ പേര് കേൾപ്പിക്കാൻ ചിന്തിക്കുന്ന ഒരു തരത്തിലാണ് കഥ മുന്നോട്ട് പോകുന്നത്. പ്രധാനമായിട്ടും ഒരു ഫീൽ ഗുഡ് സ്പോർട്സ് മൂവി എന്നൊക്കെ പറയാൻ വേണ്ടി തരത്തിലാണ് മുന്നോട്ട് പോയിട്ടുള്ളത്. അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് റൊമാൻസും അതുപോലെ തന്നെ ലവും കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നുണ്ട് പടത്തിൻ്റേത്. ഏറ്റവും വലിയ പോസിറ്റീവ് പറയാൻ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ ഒരു ബാഡ് സ്കോറാണ്. നല്ല ഇത് തന്നെ സപ്പോർട്ട് ചെയ്തു. അതുപോലെ തന്നെ ആക്ടിങ് വൈസ് നോക്കി പ്രത്യേകിച്ച് ഗുണമായിട്ടോ ദോഷമായിട്ടോ ആരും ചെയ്ത് ഗംഭീരമായിട്ട് തന്നെ ചെയ്തതെന്ന് ഞാൻ പറയില്ല. ഒരു എബോ എവറേജ് ലെവലിലേക്ക് എല്ലാവരും എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. പിന്നെ ബൈക്കുമായിട്ട് അത്യാവശ്യം സ്റ്റണ്ടും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട് നല്ല വിഷ്വൽ സൈഡൊക്കെ ഒരുക്കി വെച്ചിട്ടുണ്ട്. അതൊക്കെ അത്യാവശ്യം കൊള്ളാമായിരുന്നു. പല ഭാഗങ്ങളും ചില ഭാഗമൊക്കെ കണക്റ്റ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ചോദിച്ചിനമായി മാറുന്നുണ്ട്. ഇതിലൊരു കഥാനായകൻ, നമ്മുടെ നായകൻ്റെ അച്ഛൻ ജർമ്മനിയിൽ പോയി വരുന്നുണ്ട്. 2 മിനിറ്റ് അടുത്തുള്ളൂ. ആദ്യം ഇദ്ദേഹം ഇങ്ങനെ ബാഗ് തൂക്കി ഫ്ലൈറ്റ് കയറുന്നു, ജർമ്മനി അത് കാണിക്കുന്നുണ്ട്. വീണ്ടും അദ്ദേഹം തിരിച്ചു വരുന്നുണ്ട്. അപ്പോൾ കുറഞ്ഞതും സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. പക്ഷെ എന്താണെന്ന് മനസ്സിലാവുന്നില്ല ഒരു ഭാഗത്തായിട്ട്. അതെന്തെല്ലാവട്ടെ, കഥയിൽ ചോദ്യമില്ലല്ലോ. അതുമാത്രമല്ല, നമ്മുടെ കഥാനായകൻ നമ്മുടെ ഈ കാർ റേസ് ഉപയോഗിക്കുന്ന അതിൻ്റെ പാർട്സൊക്കെ വിൽക്കുന്ന അല്ലെങ്കിൽ റേസിംഗ് കാർക്ക് യൂസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്ന, അല്ലെങ്കിൽ അത് എന്താ പറയുക, അതിൻ്റേതായ അത് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിൻ്റെ ജോലി. അത് തീർച്ചയായിട്ടും പോയി അദൃശ്യമായിട്ട് അദ്ദേഹം ഒരു ന്യൂസ് കാണുന്നു, തൻ്റെ അച്ഛനെതിരെയുള്ളൊരു കേസ് കാണുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ ആയിട്ട് വീണ്ടും പഴയൊരു റേസിലേക്ക് എത്തിക്കുന്നു. അപ്പോൾ വീട്ടിലുള്ള ഫാമിലീസും പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് മകനായിട്ടുള്ള പ്രശ്നം കാര്യങ്ങളൊക്കെയാണ് കഥയുടെ കൺവെൻസി കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുള്ളത്. അത്യാവശ്യം കൊള്ളാമായിരുന്നു. എനിക്കൊരു ഏവറേജ് അഭിപ്രായമൊക്കെ ആയിട്ടാണ് തോന്നിയിട്ടുള്ളത്. ക്ലൈമാക്സൊക്കെ കുറച്ചുകൂടി ബെറ്റർ ആക്കാമായിരുന്നു. പിന്നെ ഏകദേശം 2:45 അടുത്തായിട്ട് ഡ്യൂറേഷൻ വരുന്നുണ്ട്. ആ ലെങ്ത്തൊക്കെ കുറച്ചിരുന്നെങ്കിൽ പക്ഷേ അന്നത്തെ കാലത്ത് എല്ലാവർക്കും ഇഷ്ടപ്പെടാൻ വേണ്ടി ചാൻസ് ഉള്ള ഒരു ചിത്രമായി മാറിയണേ. പക്ഷേ നോ രക്ഷ. അപ്പോൾ ഇതിൽ ബൈക്കർ എന്ന് പറയുന്ന ചിത്രം നെറ്റ്ഫ്ലിക്സിൽ ലഭ്യമാണ്. അതായത് തെലുങ്കിൽ കൂടാതെ മൾട്ടി ലാംഗ്വേജ് ലഭ്യമാണ്. അപ്പോൾ ഞാൻ മലയാളമാണ് കണ്ടത്. അത്യാവശ്യം കൊള്ളാമായിരുന്ന ഒരു ലാംഗ്വേജ് തന്നെയായിരുന്നു. അത്യാവശ്യം ഡബ്ബടൊക്കെ കാര്യങ്ങളൊക്കെ കൊള്ളാം, ഒരു ഓക്കെ ലെവലായിരുന്നു എനിക്ക് തോന്നിയപ്പോൾ. എങ്ങനെയാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ തീർച്ചയായിട്ടും ബൈക്കർ എന്ന് പറഞ്ഞ ചിത്രം നിങ്ങൾ കണ്ടവരാണ് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്തുക. അപ്പോൾ ഇന്നത്തെയും പോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. ബൈ ഫ്രണ്ട്സ്.